കാൽപന്താവേശം സെമിയിലെത്തിയിരിക്കുകയാണ്. ഇനിയുള്ള സാധ്യതകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫിഫയുടെ ആദ്യ റാങ്കിങ്ങിലുള്ള 4 ടീമുകൾ തന്നെ സെമിയിലെത്തിയെന്നുള്ള ശ്രദ്ധേയമാണ്. ശബരി, അർജന്റീന ഈ തവണയും കപ്പെടുക്കും? തീർച്ചയായും അർജന്റീന തന്നെയായിരിക്കും ഇത്തവണ കപ്പെടുക്കാൻ പോകുന്നത്. അതിലൊന്നും ഒരു തർക്കവുമില്ല. നമ്മൾ കഴിഞ്ഞ 2022 നമ്മൾ കണ്ടതാണ്. ഇതേപോലെയൊക്കെ തന്നെയാണ് അർജന്റീന ഈ സെമി വരെയൊക്കെ എത്തിയത്. നെതർലൻഡ്സിനോട് ഷൂട്ടൗട്ടിലൊക്കെ ജയിച്ചിട്ടാണ് ഈ പൊസിഷൻ വരെ എത്തിയത്. പക്ഷേ ഇത്തവണ ഇംഗ്ലണ്ടിനെ പോലെ ഒരു കരുത്തനായ ടീമിനല്ലേ അർജന്റീനയ്ക്ക് സെമിയിൽ കിട്ടിയേക്കുന്നത്? അതിനെന്താണ്, ഇംഗ്ലണ്ട് ആണെങ്കിൽ പോലും അർജന്റീനയെ സംബന്ധിച്ച് ഓരോ ടീമിനെ പഠിച്ചിട്ടാണ് അവർ ഓരോ മത്സരത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെ തന്നെ തോപ്പിക്കും, ഫൈനലിലെത്തും, കപ്പെടുക്കുകയും ചെയ്യും. അതിവൈകാരികമായി സംസാരിക്കുന്നവരാണ് സംസാരിക്കുന്നത്. അർജന്റീന ഒരു കട്ട അർജന്റീന ഫാൻ സംസാരിക്കുന്ന രീതിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ശബരി ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ അർജന്റീനയുടെ ആദ്യത്തെ ഗ്രൂപ്പ് മത്സരങ്ങൾ വളരെ കുഴപ്പമില്ലാതെ അവർ കടന്നുകൂടി എന്ന് പറയാം. എങ്കിൽ പോലും പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇല്ലേ, പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ 3 ജീവൻ മരണ പോരാട്ടങ്ങളല്ലായിരുന്നു. കേപ്പ് വെർദെയായിട്ടും ഉദ്ദേശിച്ചത്, പിന്നീട് ഈജിപ്റ്റായിട്ടും ഇന്നിപ്പോ സ്വിറ്റ്സർലൻഡായിട്ടും കണ്ട കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത്. പക്ഷേ കേപ്പ് വെർദെയായിട്ടുള്ള മത്സരം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു മത്സരങ്ങളൊന്നല്ലായിരുന്നു. തീർച്ചയായിട്ടും കേപ്പ് വെർദെ എല്ലാവരും ഞെട്ടിച്ചിട്ടാണ് പോയത്. ആദ്യം സ്പെയിനെ ഞെട്ടിച്ചു, ഒരു ഗോളും അവർക്ക് അടിക്കാൻ സാധിച്ചില്ല കേപ്പ് വെർദെക്കെതിരെ. തിരിച്ചും അടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കേപ്പ് വെർദെ അന്ന് ഞെട്ടിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നീട് അവർ ഉറുഗ്വയെ നാട്ടിലേക്ക് മടക്കി അയച്ചു. അവസാന മത്സരത്തിൽ സൗദി അറേബ്യയെ പോലും അവർ വിറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ കേപ്പ് വെർദെയുടെ ഒക്കെ പോലെ ഒരു ടീമിനോട് കളിച്ചപ്പോഴേ ഉള്ള അതിനും ഒരു പ്രഷർ വരികയല്ലേ അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടിനോട് നേരിടുമ്പോൾ? ഒരിക്കലുമില്ല. കേപ്പ് വെർദെയോട് കളിക്കുമ്പോൾ അർജന്റീന വിചാരിക്കുന്നത് ഒരു കുഞ്ഞൻ ടീം, അല്ലെങ്കിൽ ഞങ്ങളെക്കാലത്ത് ഒരു ടീമിനോട്. പക്ഷേ മെസ്സി പറഞ്ഞല്ലോ, ഞങ്ങൾ ചെറുതായിട്ടല്ല കേപ്പ് വെർദെ കണ്ടേന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവർക്ക് നല്ല സമ്മർദ്ദം ആ മത്സരത്തിൽ ഉണ്ടായല്ലോ. അതുണ്ടാവും, കാരണം ചെറിയ ടീമിനോട് തോക്കാന്ന് വെച്ചാൽ അതൊരു ഭയങ്കര മോശമുള്ള കാര്യമല്ലേ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും കട്ട അർജന്റീന ഫാൻ എന്നുള്ള നിലയ്ക്കാണ് ശബരി സംസാരിക്കുന്നത്. കേപ്പ് വെർദെ സ്പെയിനെ സമനിലയെ തളച്ചെന്ന് പറയുമ്പോൾ കേപ്പ് വെർദെ അറിയില്ലായിരുന്നു, അവരുടെ ഒരു അപ്രോച്ച് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ അർജന്റീനയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കേപ്പ് വെർദെ അവരുടെ ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ അവർ വാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവരോട് കഷ്ടിച്ച് രക്ഷപ്പെടുന്ന കാരണം വെച്ചാൽ കേപ്പ് വെർദെ പോലൊരു ടീം ഈ പറയുന്ന എണ്ണം പറയുന്ന ഒരു താരം പോലും അവർക്കുണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ. അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ, ഈ 2026 വേൾഡ് കപ്പിലാണ് ഒസീഞ്ഞെ പോലുള്ള ഒരു താരം, കേപ്പ് വെർദെയുടെ ഒരു താരം, ഒരു താരമായി ഉയർന്നത് പോലും. അപ്പം ഇംഗ്ലണ്ടിന്റെ സാധ്യതകൾ എങ്ങനെയായിരിക്കും അർജന്റീന നേടുമ്പോൾ? ഇംഗ്ലണ്ട് പപ്പടം പോലെ പൊടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അർജന്റീന പപ്പടം പോലെ പൊടിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇംഗ്ലണ്ടിന്റെ ഒരു പ്രശ്നം തന്നെ നമുക്കറിയാം. കഴിഞ്ഞ 2018 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഒരു ക്രൊയേഷ്യയായിട്ട് കളിച്ചതാണ്. എന്താണെന്ന് സംഭവിച്ചത്? അന്ന് ക്രൊയേഷ്യയാണ് ഫൈനലിലേക്ക് പോയത്. അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലണ്ട്, നമുക്ക് ക്രിക്കറ്റിലൊക്കെ പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഒക്കെ പണ്ടത്തെ മെന്റാലിറ്റി ഉണ്ട്, ചോക്കേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. അവരൊരിക്കലും അർജന്റീനയെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 6ാമത്തെ തവണയ്ക്ക് ഇപ്പോൾ സെമിയിലേക്ക് എത്തിയിരിക്കുന്ന, ഇനി ഫൈനലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4ാമത്തെ കപ്പ് ലക്ഷ്യമിട്ടെത്തുന്ന ടീമിനെതിരെയൊന്നും ഇംഗ്ലണ്ടിനെ കൊണ്ടൊന്നും നടക്കില്ല. ശബരി ചരിത്രം വെച്ചല്ല നമ്മൾ ഒരു ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ ശബരി പറഞ്ഞ പോലെ ശരിയാണ്. കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ 22 പേരുടെ കളിയാണ്, ശരിയാണ്. പക്ഷേ ഇതുവരെയുള്ള അർജന്റീനയുടെ പെർഫോമൻസ് എടുത്ത് നോക്കൂ. നിങ്ങളുടെ ഹൃദയം കൊണ്ടല്ല സംസാരിക്കണം, നിങ്ങൾ തലച്ചോറ് കൊണ്ട് സംസാരിച്ച് നോക്കൂ. ഞാൻ ശരിക്കും ശബരിയെ പോലെ തന്നെ അർജന്റീന ഫാനാണ്. എങ്കിൽ പോലും എൻ്റെ ഹൃദയം അർജന്റീനയ്ക്കൊപ്പം ഉള്ളപ്പോൾ പോലും തലച്ചോറ് ഇംഗ്ലണ്ടിനൊപ്പമാണ്. കാരണം അതിഗംഭീരമായി കളിക്കുന്ന ഹാരി കെയ്ന്, അതുപോലെ തന്നെ ബുക്കായ സാക്ക, ബെല്ലിംഗ്ഹാം, ഇവരൊക്കെ വളരെ മികച്ച രീതിയിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അർജന്റീന നിരയിൽ നമുക്ക് അങ്ങനെ ഒരു സംഗതി കാണാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു പറയാൻ പറ്റും. കാരണം ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ജൂഡ് ബെല്ലിംഗ്ഹാം ആണ് ഇന്നലത്തെ കളിയിൽ, അതായത് നോർവേക്കെതിരെ, എർലിംഗ് ഹാളണ്ട് കളിച്ച നോർവേക്കെതിരെ 2 ഗോൾ അടിച്ച് ജയിച്ചത്. അതിൽ തന്നെ ഇപ്പോൾ ഹാളണ്ടിന്റെ അച്ഛൻ ഒരു ആരോപണമൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ജൂഡ് ബെല്ലിംഗ്ഹാം അടിക്കുന്ന ബോള് സ്റ്റേഡിയത്തിന് മുകളിൽ തൂക്കിയിട്ടിരുന്ന ക്യാമറയിൽ ഇടിച്ചിട്ട് ആ ഷോട്ടാണ് പിന്നീട് ഒരു ഗോളിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ എന്താണ്, അതൊരു ഫൗൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം. അതുപോലെയൊക്കെ ഒരു ആനുകൂല്യത്തിന്റെ പേരിൽ രക്ഷപ്പെട്ടു വന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. ആ ഒരു ടീമിനെതിരെ നമുക്ക് തലച്ചോറ് വെച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ തലച്ചോറ് വെച്ച് തന്നെയല്ലേ നമ്മൾ കണ്ടത്. അതായത് ക്യാമ്പ്യൻ ടീമിന്റെ ഒരു മെന്റാലിറ്റിയിൽ ഈജിപ്തിനെതിരെ 2 ഗോളിന് പിന്നിൽ നിന്നിട്ട് തിരിച്ചു വന്നത്. ഇംഗ്ലണ്ടിന്റെ ഒരു എക്സ്പീരിയൻസും എടുത്ത് പറയണ്ടല്ലോ, എല്ലാവരും എക്സ്പീരിയൻസ് താരങ്ങളും കൂടിയല്ലേ.
ഇംഗ്ലണ്ടിൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 66-ലാണ് അവസാനം ലോകകപ്പ് എടുത്തത്. അതായത് ആ ഒറ്റത്തവണ എടുത്തിട്ടുള്ളൂ. അർജന്റീനയ്ക്ക് 3 ലോകകപ്പ് എടുത്തിട്ടുണ്ട്. 78, 86, 2022. അപ്പോൾ ഏത് ടീമിനാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അല്ല, നിലവിലെ കളിക്കാരുടെ സ്ഥിതിയാണ്, നമ്മൾ പഴയ കഥയല്ലല്ലോ പറഞ്ഞത്. നിലവിലെ കളിക്കാരുടെ ഫോം വെച്ചാണെങ്കിൽ നമ്മൾ അത് ഇപ്പോഴത്തെ വേൾഡ് റാങ്കിങ് അല്ല, അതിൽ നിലവിലെ കളിക്കാരുടെ ഫോം വെച്ച് പറയാൻ അതിൽ പോലും ഇംഗ്ലണ്ടിനേക്കാളും മുമ്പിലാണ് അർജന്റീന. 2ാം സ്ഥാനത്താണ്, ഇംഗ്ലണ്ട് 4ാം സ്ഥാനത്താണ്. ശബരിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശബരി തലച്ചോറ് കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ശബരി ഒന്ന് ഓർക്കേണ്ടത് അർജന്റീനയുടെ മിഡ്ഫീൽഡ് പരദേശ്, അതുപോലെ തന്നെ ഡീപോള്, മെക്കാലിസ്റ്റർ, അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രകടനം എങ്ങനെയാണ് ശബരി കാണുന്നത്? വളരെ പോസിറ്റീവായിട്ടാണോ കാണുന്നത്? തീർച്ചയായും ഇന്ന് സ്വിറ്റ്സർലൻഡിനെതിരുള്ള മത്സരത്തിലും ലയണൽ മെസ്സിയുടെ കോർണർ കിക്ക് ഗോളാക്കിയത് ആരാണ്? ഇതേ പറഞ്ഞ മെക്കലിസ്റ്റർ അല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ, അതായത് ഈജിപ്തിനെതിരെയുള്ള ലാസ്റ്റ് ഗോൾ, 3ാമത്തെ ഗോൾ അടിച്ചത് ഇത് എൻസോ ഫെർണാണ്ടസ് ആണ്. അവരൊക്കെ മികച്ച ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. ഇന്നിപ്പോൾ ഫോമിലല്ലാണ്ട് അർജന്റീനയെ പറ്റി പറഞ്ഞ സ്ട്രൈക്കർമാർ ഗോൾ നേടുന്നില്ല എന്നാണ്. ഇന്ന് അവർ 2 സ്ട്രൈക്കർമാരും, ജൂലിയൻ അൽവാരസും അതുപോലെ ലൗതാരോ മാർട്ടിനസും ഗോൾ നേടി. അപ്പോൾ പിന്നെ എങ്ങനെ അർജന്റീനയുടെ പ്ലേയേഴ്സ് ഫോമിലല്ല എന്ന് പറയാൻ പറ്റും? ഇത് ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേജ് എത്തിയപ്പോൾ അവർ ഫോമിലേക്ക് എത്തി. ഇനി കപ്പ് കൊണ്ട് മടങ്ങുള്ളൂ. ശരിയാണ്, ശബരി പറഞ്ഞ അതൊരു പോയിന്റാണ്. അവരുടെ സ്ട്രൈക്കർമാർ ഇതുവരെ ഈ വേൾഡ് കപ്പിൽ ഓൺ ഫീൽഡ് ഗോൾ നേടിയിട്ട് ഉണ്ടായിരുന്നില്ല. ലൗട്ടാരെ ആണെങ്കിലും പെനാൽറ്റിയിൽ നിന്നാണ് ഒരു ഗോൾ നേടിയത്. അൽവാരസിന് ഇതുവരെ ഒരു ഗോൾ ഉണ്ടായിരുന്നില്ല. അൽവാരസിന്റെ അതിഗംഭീരമായ ഗോളെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടിജോ പറയുന്നത് ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് വരുമെന്നാണ്. ഇംഗ്ലണ്ട് കടലാസിലെ കടലാസിലെ ബലം വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിനാണ് സാധ്യത എന്നാണ് എൻ്റെ തലച്ചോറ് പറയുന്നത്. ഹൃദയം ഇപ്പോഴും അർജന്റീനയ്ക്കൊപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 22 പേരുടെ കളിയാണ്. ആ ദിവസം ആർക്കൊപ്പമാണോ അവർ മുന്നിലേക്ക് വരും എന്നുള്ളതാണ്. അതുമാത്രമല്ല, അർജന്റീനയ്ക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്ക് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഒരു കെൽപ്പുണ്ട്. ഒരു ഗോൾ അടിച്ച് ഇപ്പോൾ 2 ഗോള് പുറകിൽ പോയാൽ പോലും അവസാന നിമിഷം പോലും 3 ഗോൾ അടിച്ച് കളി ജയിക്കുന്ന ഒരു മെന്റാലിറ്റി, അവർ മെന്റാലിറ്റി ഉള്ള ടീമുകളുടെ ലക്ഷണമാണ്. നമ്മളിപ്പോഴും അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിൽ തന്നെയാണ്. ഇനി ബാക്കി 2 ടീം കളിക്കുന്നുണ്ട്. ആദ്യത്തെ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ. അതിന്റെ സാധ്യതകൾ എങ്ങനെയാ? ഫ്രാൻസിന്റെ മുന്നേറ്റം ഉണ്ടാവുമോ? ഇല്ല, തീർച്ചയായിട്ടും സ്പെയിൻ അവരെ വരിഞ്ഞു കെട്ടും. ഫ്രാൻസിനെ കെലിയൻ എംബാപ്പെ ഒന്നും അനങ്ങാൻ സമ്മതിക്കാണ്ട് സ്പെയിൻ ഫൈനലിലേക്ക് മുന്നേറുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രാൻസ് തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട്. ഈ 2026 വേൾഡ് കപ്പിൽ അവരുടെ കളി മികവ് കൊണ്ട് ഫ്രാൻസ് തന്നെ ജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. അർജന്റീന ഫ്രാൻസ് വീണ്ടും ആവർത്തിക്കും ഒരു ഫൈനല്. അർജന്റീന നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻസ് ഇംഗ്ലണ്ട് ഫൈനൽ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അർജന്റീനയ്ക്ക് ജയിക്കാനാവട്ടെ. പിന്നെ മറ്റൊരു സംഗതി, ഈ ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തിലെ ഒരു കൗതുകകരമായ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, ഈ ദൈവത്തിൻ്റെ കൈ, മറഡോണയുടെ ഗോള് ഓർക്കുന്നുണ്ടല്ലോ. അതിനുശേഷം അർജന്റീന ഇംഗ്ലണ്ടും തമ്മിൽ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. അതിൻ്റെ ഒരു കടം വീട്ടാനായിട്ട് ഇംഗ്ലണ്ടിനുണ്ട്. അവർ അത്തരത്തിൽ അതിനെ വൈകാരികമായി എടുത്തു കഴിഞ്ഞാൽ തീവാർന്നൊരു പോരാട്ടമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയും. അത് ഈ മറഡോണയുടെ അന്നത്തെ ആ പ്രകടനം, ദൈവത്തിൻ്റെ കൈ ഉപയോഗിച്ചുള്ള അത് വെച്ചാൽ അദ്ദേഹം കൈകൊണ്ട് ഇടിച്ചിടുകയായിരുന്നു. അത് ഇന്നാണെങ്കിൽ വാർ വെച്ച് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയ അദ്ദേഹം പുറത്താണ്, അർജന്റീനയും പുറത്താണ്. അപ്പോൾ ആ ഒരു വൈര്യം അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ഒരു വൈകാരികമായി കൂടി ആ മത്സരം കുറച്ചുകൂടെ വേറൊരു തലത്തിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ തീവാറും തീവാറുന്നൊരു മത്സരമാണ്. പിന്നെ ഇവിടെ ടിജോ സൂചിപ്പിച്ചു, അതായത് നമ്മൾ ഫ്രാൻസ് ആയിരിക്കും ഫൈനലിലേക്ക് എത്തുക എന്നുള്ളത്. ഒരിക്കലും നമുക്കങ്ങനെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പറയാൻ പറ്റില്ല. ലാമിൻ യമാൽ, അതായത് സ്പെയിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ലാമിൻ യമാൽ പറഞ്ഞത് ഫ്രാൻസിനെ തോൽപ്പിക്കാൻ പറ്റിയ ഏക ടീം ഞങ്ങളാണെന്നാണ്. ഞങ്ങളുടെ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ കഴിഞ്ഞ 2 വട്ടവും ഫ്രാൻസ് തോറ്റിട്ടുണ്ട്. ഇപ്പോൾ UEFA നേഷൻസ് ലീഗിലേക്ക് വന്നാലും അതിനു മുമ്പ് തന്നെ യൂറോ കപ്പിലേക്ക് വന്നാലും ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട് സ്പെയിൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ശബരി മുമ്പേ അർജന്റീന കാര്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിഫ റാങ്കിങ് 2ാമത് നിൽക്കുന്നത്, അപ്പോൾ ഫ്രാൻസ് 1ാമതാണ് നിൽക്കുന്നത്. അതും കൂടെ ശബരി പരിഗണിക്കേണ്ട വരികയല്ലേ? തീർച്ചയായും അത് പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. അർജന്റീന കാര്യത്തിലും സാധിക്കൂലേ? ഉറപ്പായും അർജന്റീന ഇപ്പോൾ ഫുട്ബോളിൽ ഇപ്പോൾ 90 മിനിറ്റ് കളിയുണ്ട്. ഇപ്പോൾ അതിൽ തീർന്നില്ലെങ്കിൽ
ഈ എക്സ്ട്രാ ടൈം ഉണ്ട്, പിന്നീട് അതിൽ റിസൾട്ട് വന്നില്ലെങ്കിൽ ഷൂട്ട് ഔട്ട് ഉണ്ട്. ശബരി പറയുന്ന പോലെ സ്പെയിൻ അർജന്റീന മത്സരം വന്നു കഴിഞ്ഞാൽ മറ്റൊരു കൗതുകം കൂടെ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഫൈനൽ സീമ നടന്നിട്ടില്ല. അതെ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പോയിന്റ് കേട്ടോ. ഫൈനലിസ്റ്റ് നടന്നിട്ടില്ല. ആരാധകർക്ക് അതും കൂടി കാണാൻ പറ്റും. കോപ്പ ചാമ്പ്യൻസും യൂറോ ചാമ്പ്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ഒരു മത്സരത്തിന് എല്ലാവരും കാത്തിരുന്നു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഇതിപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സുവർണാവസരം കൂടി ആരാധകർക്ക് കിട്ടുവാണ്. അപ്പോഴും അർജന്റീന തോക്കാനാണ് സാധ്യത അവിടെ. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ലയണൽ മെസ്സി എന്ന മാന്ത്രികൻ തന്നെ പറയാം. ഇപ്പോഴും ഈ 21 ഗോള്, ഈ വേൾഡ് കപ്പിൽ 21 ഗോളായി. ഈ വേൾഡ് കപ്പ് എംബാപ്പയോട് കൂടി തന്നെ 8 ഗോൾ നേടി ടോപ്പ് സ്കോർ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാന്ത്രികൻ കൂടുതലുള്ള സമയത്ത് അർജന്റീനയ്ക്ക് എഴുതിത്തള്ളെന്ന് വെച്ച് ഒട്ടും പറ്റുന്ന കാര്യമല്ല. സ്പെയിനും അർജന്റീന ഫൈനൽ വരും, അർജന്റീന ജയിക്കുന്നതന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിൽ ഈ മാന്ത്രികൻ പക്ഷെ വളരെ അവസരമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ശബരി പരിഗണിക്കണം. അല്ല, ഈ അവശനായിട്ടുള്ള ഈ കളിക്കാരനെ എങ്ങനെയാണ് കോർണർ കിക്ക് കൃത്യമായിട്ട് മാക്കലിസ്റ്ററിന്റെ തലയിൽ എത്തിക്കുകയും അത് ഗോളാക്കി നേടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് അവശൻ എന്ന് പറയാൻ പറ്റുക? അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ മെസ്സി സാധാരണ കളിക്കുന്ന അത്ര ഫോമിൽ വന്നിട്ടില്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന മെസ്സി എപ്പോഴും മെസ്സിയുടെ സാന്നിധ്യം മതി അർജന്റീന കളിക്കാർക്ക് ഒരു ഊർജ്ജം കിട്ടാനായിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആര് കപ്പെടുക്കുമെന്ന്. അർജന്റീനയോ ഫ്രാൻസോ കാണാം ഈ ഞായറാഴ്ചത്തെ. ഫ്രാൻസ് തന്നെ കപ്പെടുക്കും. അതാണ് അർജന്റീന കടം വീട്ടും. തീർച്ചയായും അവർ കാത്തിരിക്കുക. അർജന്റീന കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുക. അവിടെ അർജന്റീന അവര് നേരത്തെ ഇംഗ്ലണ്ട് ഇവരെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ സെമിയില്. ഇല്ല, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ കടം വീട്ടാന്ന് പറയില്ല, ആ കട ഇപ്പോഴും അങ്ങോട്ട് പെൻഡിങ്ങിൽ തന്നെ നിൽക്കുള്ളൂ. അർജന്റീന ഫ്രാൻസും വരാണെങ്കിൽ തീർച്ചയായിട്ടും അർജന്റീന ജയിക്കുള്ളൂ. പക്ഷെ ഫ്രാൻസ് എത്താൻ പോകുന്നില്ല കേട്ടോ ഫൈനലിൽ. സ്പെയിൻ അർജന്റീന ഫൈനൽ വരുന്നതിനാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഏത് ഫൈനലാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹൃദയം എപ്പോഴും ഫൈനൽ സീമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇംഗ്ലണ്ടിനെ കടന്നുകൂടിയാൽ, ഇംഗ്ലണ്ടിനെ മറികടക്കാനായാൽ എന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫൈനൽ ആര് കപ്പെടുക്കുമെന്നുള്ളത്.